ശരിയാ. ഇങ്ങനെ തന്നെയാണ് ബൈക്കിൽ നിന്ന് വെള്ളിയിടുന്നത്. എത്ര ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെന്നറിയാം, എത്ര ജീവനെ. ഇവർ മരിക്കുമ്പം കുറേ റീത്ത് പാട്ട് വരും, അല്ലെങ്കിൽ ഇച്ചിരി പൈസ കൊണ്ട് കൊടുക്കും. ഓരോരുത്തരും ഇവിടെ മറിഞ്ഞു വീണ് മരിച്ചു കഴിയുമ്പോഴും അവർ പ്രതികരിക്കത്തില്ല. എന്താ അറിയോ, ഇതിന് ഹലോ നമസ്കാരം, NBRKൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. ഞങ്ങളിങ്ങനെ കോട്ടക്കൽ നിന്ന് എടരിക്കോട് കൂടി തിരൂർ റോട്ടിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു നാടിന് നന്മ ചെയ്യുന്നൊരു മനുഷ്യനെ കണ്ടിട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുട്ടികളൊക്കെ ഭയങ്കരമായ പേടിയിലും ഭയത്തിലുമാണ്. കാരണം തെരുവ് പട്ടികളെ കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു ശല്യമുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതിനെതിരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുള്ള ഒരു പ്രതിഷേധ ഒരു യാത്രയാണ് കേട്ടോ. വീൽ ചെയറിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ബഹുമതികളും അതുപോലെ തന്നെ ഓരോ ആളുകൾ അവരെ ഷാൾ അണിയിപ്പിക്കുന്നതും അതുമായ ഒരുപാട് സംഭവങ്ങൾ അതിലിങ്ങനെ പൊന്നാട അണിയിക്കുന്നതൊക്കെ ഓരോ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വണ്ടി, അതുപോലെ തന്നെ ഒരു നായിൻ്റെ ഒരു തല പോലത്തെ ഒരു സംഭവം, ഒരു ഡമ്മി ഇട്ട് അത് വെച്ചിട്ടാണ് ആ ഒരു ആക്റ്റൊക്കെ ചെയ്തിട്ടാണ് ആളിങ്ങനെ പോകുന്നത്. അപ്പോൾ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ. കാരണം കാണുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു പ്രതിഷേധം എല്ലായിടത്തേക്കും പരക്കട്ടെ. ഇതെന്താ സംഭവം? തെരുവുനായ വിഷയത്തിനെതിരെ ഒരു യാത്രയാണ്. കൊല്ലാനല്ല, തെരുവിൽ നിന്ന് മാറ്റം നിർബന്ധമായ ഒരു കേസാണ്. മാറ്റിയേ പറ്റുള്ളൂ. കാരണം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇപ്പം ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നവരുടെയൊക്കെ വൈഫുകൾ, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും, അവരെയൊക്കെ ജോലികൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, സ്കൂൾ കുട്ടികളെ കൊണ്ടാക്കാൻ നിൽക്കണ്ടേ, അതിന് ആരും ഉണ്ടാക്കും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ബൈക്ക് യാത്രക്കാർ ഇതിലേക്കൂടെ പോകാൻ പറ്റുന്നില്ല. ഓരോന്നിനെ ഓടിച്ചിട്ട് എത്ര രാവിലെ ഇന്നലെ മേടിച്ച ചെരുപ്പായിരിക്കും, ഈ ചെരുപ്പ് തന്നെ മേടിച്ചുകൊണ്ടിരിക്കും. ഇതിനെതിരെയുള്ള ഒരു യാത്രയാണ് മഞ്ചേശ്വരം മുതൽ. ഇപ്പോൾ എവിടുന്നാണ് നിങ്ങൾ പോകുന്നത്? മഞ്ചേശ്വരത്ത് നിന്ന് കാൽനടയായിട്ട് വരികയാണ്. കാൽനട യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, രാത്രിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ? പമ്പുകളിലാണ്. എവിടേക്കാണ് നിങ്ങൾ യാത്ര? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക്. അത് സർക്കാരിനെതിരെയല്ല, ഇവിടുത്തെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. അതൊന്ന് നോക്കോ? കാരണം ഞാൻ കഴിഞ്ഞ ഒരു യാത്ര ചെയ്തു, അതിന് മുഖ്യമന്ത്രിയുടെ നല്ലൊരു സപ്പോർട്ട് വന്നു. അത് എവിടെയൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന് അന്വേഷണമാണ്. എവിടെയെങ്കിലും സ്വീകരണം കിട്ടിയോ? ശരിക്കും കിട്ടില്ലേ? ഇതെങ്ങനെ ബാറ്ററിക്കാണോ ലൈറ്റൊക്കെ? ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യുന്നത്? പമ്പിൽ നിന്ന് ചാർജ് ചെയ്യൂല്ലേ? ഓക്കെ. എന്താ പേര് പറഞ്ഞില്ല? നജീബാണല്ലേ? എവിടെ? മഞ്ചേശ്വരാണോ വീട്? കൊല്ലം ജില്ലയിൽ. അപ്പോൾ അങ്ങോട്ട് എങ്ങനെ പോയി നിങ്ങൾ? വീൽ ചെയറാണത് അല്ലേ? അത് ശരിയാണ്. അവിടുന്ന് സെറ്റാക്കിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നടന്നു പോകുന്നു മഞ്ചേശ്വരത്ത് നിന്ന് അല്ലേ? ഓക്കെ ഓക്കെ. ഇതുണ്ടോ അച്ഛൻ്റെ വേഷം കണ്ടിട്ടോ? ഇത് നല്ലൊരു ആശയമാണ്. കാരണം തെരുവ് നായകൾക്കെതിരെ അതെ 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 മുന്നോട്ട് ഇറങ്ങുന്നില്ല. എന്നാലും കേസ് നാടിന്റെ നന്മക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതെ അതെ. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം, നല്ല കാര്യം. നമ്മളാരും മുൻകൈയിട്ട് ഇറങ്ങാത്തൊരവസ്ഥ. ഇങ്ങനെയാണ് ബൈക്കിൽ നിന്ന് വെള്ളിയിടുന്നത്. ശരിയാ. ഇങ്ങനെ തന്നെയാണ് ബൈക്കിൽ നിന്ന് വെള്ളിയിടുന്നത്. എത്ര ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെന്നറിയാം, എത്ര ജീവനെ. ഇവർ മരിക്കുമ്പം കുറേ റീത്ത് പാട്ട് വരും, അല്ലെങ്കിൽ ഇച്ചിരി പൈസ കൊണ്ട് കൊടുക്കും. ഓരോരുത്തരും ഇവിടെ മറിഞ്ഞു വീണ് മരിച്ചു കഴിയുമ്പോഴും അവർ പ്രതികരിക്കത്തില്ല. എന്താ അറിയോ, ഇതിന് വലിയൊരു മാഫിയാണ്, അവർക്ക് കൂട്ടിയേക്കുവാണ്. എന്നിട്ട് ഉടായ്പ ഒന്തീകരണം. ഈ പട്ടിക്ക് ഞാൻ പച്ച മല ഇറങ്ങി വന്നേ, ഇവിടെ
ഇതുമാണ് കൊച്ച മലയാളത്തിൽ എഴുതി വെച്ചിരുന്നത്. വന്ധീകരണം ഉടായിപ്പെന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇല്ലേ? ഇവിടുന്ന് പട്ടികളെ പിടിച്ച് അപ്പുറത്തൊരു പത്തനത്തിനെ കൊണ്ടുവിടുന്നു, അവിടുന്ന് പത്തനത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ടിടുന്നു. അതാണ് നടക്കുന്നത്. ഇതിൻ്റെ വായു വല്ല സ്റ്റിക്കർ വല്ല ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഇഞ്ചക്ഷൻ കുത്തി അങ്ങനെ ഇവിടുന്ന് എടുത്ത് അപ്പുറം കൊണ്ടുവിടുന്നു. അതേയുള്ളല്ല. അതേ സമയത്തിന് വേറെ ഒന്നും ചെയ്യാം. പടച്ചോമ്പരാൻ ആയുസ് നമുക്ക് എല്ലാവർക്കും തന്നില്ല. തെരുവുനായകളെ നമുക്ക് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഉത്തരവുണ്ടാവും. അതിനെന്താ ചെയ്യേണ്ടത്? വന്ധീകരണം നടത്തിയെ മാറ്റുക, ഓടിന്ന് മാറ്റണം. എങ്ങനെയാലും കടിക്കും, കുത്തി വെച്ചാലും കടിക്കും. ഇപ്പൊ കാണിച്ചു കൊടുക്കാനാണ് തള്ളിയിടുന്നത്. മഞ്ചേശ്വരം കൊല്ലത്തെ ട്രെയിനിൽ പോയിട്ട് മഞ്ചേശ്വരത്തിൽ തിരുവനന്തപുരം വരെ ഓൾ കേരള യാത്രയാണ്. എല്ലാ പഞ്ചായത്തുകളിലേക്കും ആ രേഖകൾ കൊടുത്തിട്ട് നമ്മളെ കുട്ടികൾ വലിയവർ അങ്ങാടിയിലുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ പട്ടികളെ കൊണ്ടുള്ള ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി ആ സാധു മനുഷ്യൻ ഈ പോരാട്ടത്തിൽ ഇറങ്ങിയിട്ട് വരും. 15-ാം ദിവസമാണ് നമുക്ക് നിരവധി സ്വീകരണങ്ങളൊക്കെ ഏറ്റു വാങ്ങിയിട്ടുണ്ട്. ആ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഒരുപാട് പൊന്നാടകളും സ്വീകരണങ്ങളും ഒക്കെ ഉണ്ട്. വളരെ വളരെ കൂടുതലാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. മദ്രസയിൽ പോകുന്ന കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, നല്ല കാര്യമല്ലേ? ഇവർ ഒപ്പിട്ട് കൊടുത്താണ്. നമ്മുടെ പഞ്ചായത്ത് വേണമെങ്കിൽ എഴുതി കളി. ഞാൻ കള്ളത്തിലാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആണ്ടേ കഴിഞ്ഞ രീതി ഞാൻ സമരം ചെയ്തതിൻ്റെ ഇത് എന്തെങ്കിലും മുഖ്യമന്ത്രി എനിക്ക് കള്ളത്തരം എഴുതി കൊടുത്തില്ലേ? ഇത് ഞാൻ അന്ന് കൊടുത്തതിൻ്റെയാണ്. ഇത് ഉണക്ക് കുറേ ഒപ്പുകളിട്ട് രണ്ട് ദിവസങ്ങളെടുത്ത യാത്രയാണ്. എനിക്ക് അതിൽ നിന്ന് റിപ്പോർട്ട് വന്നത് വന്ധീകരണം ചെയ്ത് തെരുവിൽ നിന്ന് മാറ്റാൻ എല്ലാ പഞ്ചായത്തിലും ഓർഡർ ഇട്ടു. പിന്നെ ഫണ്ടും കൊടുത്തു. ഇതെവിടെ പോയി? ആരും ചോദ്യം ചെയ്യാനില്ല. ആരും ചോദ്യം ചെയ്യാനില്ല. എല്ലായിടത്തും ഫണ്ട് കിട്ടിയില്ല. ഇത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇവർ ആരെയാണ് ഭയക്കുന്നത്? ജനങ്ങളെ നന്മയ്ക്കാണോ ജനമേള തിന്മയ്ക്കാണോ കൊടുക്കുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. അതിൽ ഏതൊക്കെ പഞ്ചായത്തിൽ നിലവിൽ വരുത്തിയിട്ടുണ്ട്? ഞങ്ങളുടെ പഞ്ചായത്ത് കറക്റ്റായിട്ട് അത് ചെയ്തു. പക്ഷേ എന്താ പറയുക, ഞങ്ങളവിടെ അടിച്ചവിടെ അടക്കിയത് അന്നേരം കളയത്. അതുകൊണ്ട് ബാക്കിയുള്ള പഞ്ചായത്ത് ചെയ്യുക. ജീവന് എല്ലാവർക്കും ഒരു ജില്ലയാണ്. ഇവിടെ പട്ടിയെ തല്ലിക്കൊന്നാൽ 4 കൊല്ലമാണ്. ഒരാൾക്ക് ജാമ്യം പോലും കിടക്കില്ല. അതേ സമയത്ത് ഇവിടെ ആരെങ്കിലും തെരുവ് മരിച്ചു വീണാൽ അവന് പട്ടിയുടെ വില പോലും ഇല്ല, ഇല്ലേ? നായയുടെ കടി ഉണ്ടാകും, ഒരു വിലയില്ല. ചെല്ലും പ്രീത്തുമായിട്ട് ചെല്ലും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് സമാധാനം. നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇന്നെ പോകുന്ന വഴിക്ക് എന്നെ പട്ടി അടിച്ചു, അല്ലെങ്കിൽ വണ്ടിയിലോട്ട് പോകുന്നു, വണ്ടി അടിച്ച് മരിച്ചു. ഉടനെ വിളിച്ച് പൈസ കൊണ്ടുവന്നിട്ട് മക്കളെ വെച്ചോണേ. അതിന് പറയാൻ മാത്രമേ ഈ എന്തിനങ്ങനെ പറയാൻ വരുന്നത്? സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ വരുന്നവരുടെ മോന്നേക്ക് ചൂല് വെച്ച് അടിക്കണം. ഈ വീഡിയോ കാണുന്നവരടുത്ത് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ കാണും ഈ ഒരു ഭ്രാന്തൻ ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത രീതി ഇങ്ങനെ വീൽ ചെയറും തള്ളി നടക്കണം, കിലോമീറ്ററോളം മാസങ്ങളെടുത്ത്. എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തതൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കാല് ഈ കാലാണ്, നിങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കാലാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ എവിടെ ഈ സ്ഥലമായത്? എടരിക്കോട് പഞ്ചായത്ത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ അറിയാം, ഫോൺ നമ്പർ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചമ്മന്തി അങ്ങനെ കൂട്ടി അയച്ചു ചോറ് എനിക്ക് തന്നാൽ വളരെ ഉപകാരമായി. യാത്രകളെ എനിക്ക് വലിയ സാമ്പത്തികമല്ല, കൂലിപ്പണിക്കാരനാണ്. ഒരു കൂലിപ്പണിക്കാരൻ്റെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇത് 90ാമത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അടിക്കുന്നുണ്ട്. കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ചമ്മന്തി ചോറും ഒരു ഗ്ലാസ് വെള്ളവും കഞ്ഞോളം തിന്നാലും അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം നജീം കളങ്ങര എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ ഫോൺ നമ്പർ കിട്ടും. നജീം കളങ്ങര ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇൻസ്റ്റയിലുള്ളത്. നജീം കുളങ്ങര ഇതാണ് ഇൻസ്റ്റയിലുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം